ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, എലിസബത്ത് സാൻഡോയുടെ ഡയറിയുടെ 4-ാം ഭാഗമാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, പരിശുദ്ധ അമ്മയുടെ കാപ്പയ്ക്ക് കീഴിലാണ് നമ്മൾ ഓടി അണയേണ്ടത് മാറ്റത്തിന് ശ്രമിക്കുമ്പോൾ. കാരണം അമ്മ നമ്മെ ഈശോയിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകും. ഈ സംസാരം കഴിഞ്ഞിട്ട് എലിസബത്ത് ഈശോയോട് പറയുന്നുണ്ട്, അമ്മയുടെ കണ്ണുനീരണിഞ്ഞ ശബ്ദം എന്നിൽ അഗാധമായ മനപരിവർത്തനം ഉളവാക്കിയെന്ന്. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, അത് ആദ്യ സന്ദർശനത്തിനായിരുന്നു. ആദ്യത്തെ പടിയായി അമ്മ നിന്നെ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. നിനക്കായി ഞാൻ വളരെ കാലം കാത്തിരുന്നു. നിന്നെയും മറ്റനേക ആത്മാക്കളെയും സൃഷ്ടിച്ച കാലം മുതൽ. കർത്താവ് ഇങ്ങനെ കാത്തിരിക്കും. നമ്മളെ ആഗ്രഹിച്ചതൊന്നും തരാതെ ജീവിതത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് പയറ്റി സഹനങ്ങളിലൂടെ നമ്മൾ കടന്ന് വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും നമ്മളെ തിരഞ്ഞെടുക്കുക. നമ്മളെ അത്രയും വർഷം ഈശോ ഒരുക്കുകയാണ് സഹനത്തിലൂടെ. എലിസബത്ത് പറയാണ്, കർത്താവേ, ഇനി ഞാൻ അങ്ങയെ പിരിയാൻ അനുവദിക്കരുതേ എന്ന്. എലിസബത്ത് പറയാണ് കേട്ടോ, നിന്നിൽ നിന്നും പിരിയാൻ നീ അനുവദിക്കരുതേ എന്ന്. അപ്പോൾ കർത്താവ് പറയാണ്, നീയാണ് എന്നിൽ നിന്ന് അകന്നു പോയത്. ഞാൻ നിന്നെ ഒരിക്കലും പോകാൻ അനുവദിച്ചിട്ടില്ല. നീ എന്നെ കൊതറിപ്പോവാണെന്ന്. ഇപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന മാറ്റി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ നീ ഇടവരുത്തരുതേ എന്നാണ് മാറ്റിയത്. അത് വളരെ ശരിയാണ്. പണ്ടേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കും, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പറയുമ്പോൾ ഈശോയല്ലല്ലോ നമ്മളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുന്നത് എന്ന്. പിതാവല്ലല്ലോ നമ്മളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എലിസബത്ത് പറയാണ്, കർത്താവേ, ഇനി ഞാൻ അങ്ങയെ പിരിയുവാൻ അനുവദിക്കരുതേ എന്ന്. ഈശോയാണ് അനുവദിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഈശോ പറഞ്ഞു, നീയാണ് എന്നിൽ നിന്ന് അകന്നു പോയത്, ഞാനല്ല നിന്നിൽ നിന്ന് അകന്നു പോയേ. ഞാൻ നിന്നെ ഒരിക്കലും പോകാൻ അനുവദിച്ചിട്ടേ ഇല്ല എന്ന്. എലിസബത്ത് പറഞ്ഞു, എൻ്റെ കർത്താവേ, അതുകൊണ്ടാണ് ഞാൻ ദുസ്വഭാവത്തോടും ദുഃഖത്തോടും കൂടിയവളായി കഴിഞ്ഞത്. എന്നെ പരിശീലിപ്പിക്കണമേ നാഥ. അതാണ് എളിമയോടുള്ള പ്രാർത്ഥന. എന്നെ പരിശീലിപ്പിക്കണമേ, ഞാനാണ് വഴിമാറുന്നത്. കർത്താവ് പറഞ്ഞു, നിൻ്റെ ഇച്ഛ അടിയറവ് വയ്ക്കുക. ഞാൻ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നു. നീ വിധവയായി തീർന്നപ്പോൾ, നിൻ്റെ കുട്ടികൾ വളർന്നപ്പോൾ 1 മണിക്കൂറെങ്കിലും നിന്നെ സഹായിക്കാൻ നീ അവരോട് പറഞ്ഞു. ഒരേ 1 മണിക്കൂറാണെങ്കിലും നിനക്കത് വലിയ ആശ്വാസമാകുമായിരുന്നു. പല കാരണങ്ങൾ പറഞ്ഞ് അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയപ്പോൾ നീ എത്ര ദുഃഖിച്ചു. എൻ്റെ കുഞ്ഞെ, എനിക്ക് എത്രയോ സന്താനങ്ങളുണ്ട്. അവർ ഓരോ മണിക്കൂർ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ എത്രമാത്രം ആഹ്ലാദിക്കുമായിരുന്നു. എനിക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട എൻ്റെ ഹൃദയത്തോടടുത്ത ആത്മാക്കളെക്കുറിച്ചാണ് ഞാൻ ആദ്യം ചിന്തിക്കുന്നത്. അവർ ഭൗതികമായ ചിന്തകളിൽ മുഴുകിക്കഴിയുന്നു. എങ്ങനെയാണെന്നൊന്നും ചോദിക്കരുത്. നിൻ്റെ ആത്മാക്കൾക്കായുള്ള ആഗ്രഹം വഴി ആത്മാക്കളെ പിടിച്ചടക്കാനുള്ള എൻ്റെ ദാഹം ശമിപ്പിക്കുക. കർത്താവിൻ്റെ ദാഹം അതാണ്, ആത്മാക്കളെ നേടിക്കൊടുക്കണം. എലിസബത്ത് പറഞ്ഞു, എൻ്റെ കർത്താവേ, ഞാൻ മുഴുവൻ ശക്തിയോടും കൂടി അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി കൂടി അങ്ങയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളടച്ച് അവിടുന്ന് എൻ്റെ രക്ഷയ്ക്കായി സഹിച്ച വിലമതിക്കാനാവാത്ത കഠിന പീഡകളെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുന്നു. എന്നേക്കാൾ നന്മ നിറഞ്ഞ അർഹതയുള്ള അനേകരുള്ളപ്പോൾ അവിടുന്ന് എന്തുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തു? ഈശോ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, അനേകം വലിയ പാപികളിൽ നിന്ന് ആത്മാക്കളെ രക്ഷിക്കാനുള്ള എൻ്റെ പദ്ധതിയിൽ പങ്കുചേരാനായി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. ആരെങ്കിലും എൻ്റെ വിളി സ്വീകരിച്ചാൽ ഞാൻ ആ വ്യക്തിയെ പ്രത്യേകമായ കൃപകൾ പൊഴിച്ചുകൊണ്ട് അനുഗ്രഹിക്കും. നിനക്ക് ഞാൻ എൻ്റെ സ്നേഹം നൽകുന്നത് പോലെ എനിക്ക് വേണ്ടി ജീവിക്കുകയും എന്നെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് ഈ ലോകത്ത് ഉപേക്ഷിക്കുന്നവരെ ഞാൻ അതിരില്ലാത്ത സ്നേഹം നൽകി ആശ്വസിപ്പിക്കും. എൻ്റെ കർമ്മലീത്ത മകളെ, എൻ്റെ സഹനം പറഞ്ഞറിയിക്കാനാവുന്നതല്ല. നീ എൻ്റെ കൂടെ ആയിരിക്കുന്നതും എന്നോട് ഐക്യപ്പെട്ടിരിക്കുന്നതും എൻ്റെ സ്നേഹം നിനക്ക് അനുഭവവേദ്യമാകുന്നതും എന്നെ ഏറെ ആശ്വസിപ്പിക്കുന്നു.
എൻ്റെ കുഞ്ഞ്, നിനക്കാവുന്ന വിധം നിൻ്റെ ശക്തിക്ക് അനുസൃതമായി പാപികളെ എൻ്റെ പക്കലേക്ക് നയിക്കുക. ഇത് മാത്രമായിരിക്കണം നിൻ്റെ ചിന്തകളിൽ ഉണ്ടായിരിക്കേണ്ടത്. എനിക്ക് സമർപ്പിതരായവർ എൻ്റെ നോട്ടത്തിൽ ആമഗ്നരായിരിക്കണം. എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കണം. മറ്റുള്ള കാര്യങ്ങളിൽ വ്യഗ്രതയുള്ളവരാകരുത്. 18ാമത്തെ കാര്യമായിട്ട് ഞാൻ നമ്പർ ഇട്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ. പാപികളെ എൻ്റെ പക്കലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. വേറെ പല കാര്യങ്ങളൊന്നും നമ്മളിനി ചിന്തിക്കരുത്. പാപികളുടെ രക്ഷ, അതിനു വേണ്ടി നമ്മൾ സഹിക്കണം, ത്യാഗങ്ങൾ സഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് പറയുന്നു, ഞാൻ അവരെ എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. അവർ എന്നിൽ ജനിക്കുകയും എന്നിൽ പരിപൂർണമായി ആശ്രയിക്കുകയും വേണം. എൻ്റെ സ്നേഹത്തിന് അവസാനമില്ല. മറ്റാരും അനുദപിച്ചിട്ടില്ലാത്ത വിധം അനുദപിക്കണമെന്നും എന്നെ സ്നേഹിക്കണമെന്നും നീ എൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് പറയുമ്പോൾ ഞാൻ എത്രയേറെ സന്തോഷിക്കുന്നെന്നോ. നിൻ്റെ ലളിതമായ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നു. ഇങ്ങനെ ചെയ്യാൻ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ആവശ്യമില്ല എന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ സ്വർഗീയ പിതാവിനെ ഏറെ ആനന്ദിപ്പിക്കുന്നു. നിൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഇങ്ങനെ ചെയ്യുക. തിന്മയിലേക്ക് ചായ്വുള്ള നിൻ്റെ സ്വഭാവത്തെ പരിശുദ്ധാത്മാവ് നയിക്കും. നിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നീ നിന്നെ തന്നെ നവീകരിക്കുക. എൻ്റെ രാജ്യം പ്രബലമായി അവകാശപ്പെടണം എന്ന് നിനക്കറിയാമല്ലോ. ദിവസേന നീ തട്ടി വീഴുന്നത് ഓർത്ത് പരിഭ്രമിക്കണ്ട. അത് നിന്നെ വിനയമുള്ളവളാക്കും. പ്രിയ കൂട്ടുകാരെ, ഈ ഒരു വാക്ക് നിങ്ങൾ ഓർത്ത് വെച്ചോ. എപ്പോഴും തട്ടി വീഴുന്നുണ്ടെങ്കിൽ നമ്മൾ പരിഭ്രമിക്കണ്ട. നമ്മൾ പാപികളാണ്, നമ്മൾ ബലഹീനരാണ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ മനബലം എന്ന് മനസ്സിലാക്കി എളിമയുള്ളവരാകാൻ ആ തട്ടി വീഴ്ച നമ്മെ സഹായിക്കും. ഈശോ പറഞ്ഞു, നിൻ്റെ ചിന്തകളെ അലഞ്ഞു തിരിയാൻ വിട്ടുകൊണ്ട് വിശുദ്ധ കുരിശിൻ്റെ അടയാളം വരയ്ക്കരുത്. 19ാമത്തെ കാര്യമാണിത്. ഞാൻ എഴുതി വയ്ക്കുന്നതാണ് കേട്ടോ. എനിക്ക് അങ്ങനെ മനസ്സിനെ സ്പർശിച്ച കാര്യങ്ങളാണ് ഞാൻ എഴുതി വയ്ക്കുന്നത്. നിൻ്റെ ചിന്തകളെ അലഞ്ഞു തിരിയാൻ വിടരുത്. അങ്ങനെ വിട്ടിട്ട് നീ വിശുദ്ധ കുരിശ് വരയ്ക്കരുത്, കുരിശിൻ്റെ അടയാളം വരയ്ക്കരുത്. ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മൾ പറയുന്ന ഓരോ വാക്കും ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. നമ്മൾ ഭയപ്പാടോടെ വേണം വാക്കുകൾ പറയണമെങ്കിൽ. കാരണം അത് മുഴുവൻ ഈശോ കേൾക്കുകയാണ്. ഈശോ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. വൃദ്ധ എന്തെങ്കിലും പറഞ്ഞാൽ അത് തന്നെ സംഭവിക്കും. ഈശോ പറയാണ്, പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് എപ്പോഴും ധ്യാനിക്കുക. ഞാനിപ്പോൾ നിന്നോട് പറയുന്നത് മറ്റുള്ളവരെ കൂടി അറിയിക്കുക. എൻ്റെ 5 തിരുമുറിവുകളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് കുരിശിൻ്റെ അടയാളം 5 പ്രാവശ്യം വരയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ 5 തിരുമുറിവുകളെപ്പറ്റി ചിന്തിക്കുക. രക്തം നിറഞ്ഞ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുക. ഞാൻ ഏറ്റ അടികളിലാണ് അവ രക്തം കൊണ്ട് നിറഞ്ഞത്. നിൻ്റെ അടിയും എനിക്ക് ലഭിച്ചില്ലേ? കർത്താവേ, അങ്ങനെ സംസാരിക്കരുതേ എന്ന് എലിസബത്ത് പറഞ്ഞു. എൻ്റെ ഹൃദയം തകരുന്നു, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. കൂട്ടുകാരെ, 18, 19 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ചിന്തകളെ അലഞ്ഞു തിരിയാൻ വിട്ടിട്ട് വെറുതെ ഇങ്ങനെ നന്മ നിറഞ്ഞു പറയുമ്പോൾ വെറുതെ പോയി കുർബാന കൂടുക, വെറുതെ ഒരു കുരിശടയാളം വരയ്ക്കുക, ഈശോ 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 എന്ന് പറയുക. ഈശോ ഈശോ എന്ന് പറയുമ്പോഴും ഈശോനെ ഓർക്കണില്ല. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ആഴത്തിൽ ഈശോയുടെ സഹനങ്ങൾ മനസ്സിൽ കണ്ട് എൻ്റെ ഈശോയെ എന്ന് വിളിച്ചാൽ അതാണ് ഏറ്റവും ഇഷ്ടം. ഞാനിന്ന് എൻ്റെ ഒരു അനുഭവം പറയുകയാണ് കേട്ടോ. ഇത് വായിച്ചപ്പോൾ അത് പറയണമെന്ന് എനിക്ക് തോന്നി. ഒരു ചൊവ്വാഴ്ച പ്രാർത്ഥന ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ശുദ്ധീകരാത്മാക്കളെ ദർശനത്തിൽ കാണുമല്ലോ. ശരിക്കും ശുദ്ധീകരാത്മാക്കളെ കാണുകയല്ല, ദർശനത്തിൽ കാണും. ഓരോരോ അടയാളങ്ങൾ ഈശോ കാണിച്ചു തരും. എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. ഓരോ വെളിപാടുകൾ, ഓരോ വ്യക്തികൾക്ക് കൊടുത്ത വെളിപാടുകൾ എന്നെ വളരെയേറെ സ്പർശിക്കുന്നൊരു കാര്യമാണ്. അത് എന്നെ പ്രത്യേകം കൂടുതൽ നന്നാവാനായിട്ട് സഹായിക്കും.
സിസ്റ്റർ നത്താലിയയ്ക്ക് ഹംഗറിയിൽ പ്രവാചിക്ക് ഈശോ കൊടുത്ത ഒരു സന്ദേശത്തിലാണ് ഞാൻ ഇത് എൻ്റെ മനസ്സിൽ വെച്ച് എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ്. മോളെ, നീ ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുമ്പോൾ ഒരു പാപിയുടെ മേൽ ഞാൻ എൻ്റെ ഒരു തുള്ളി രക്തം വീഴ്ത്തും എന്ന ഓർമ്മ, ആ ഓർമ്മയിൽ നിന്നുകൊണ്ട് ആ ചിന്തയിൽ നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ വലിയ ഫലം കിട്ടും. എൻ്റെ ഒരു രീതി ഓരോ ഭക്തർക്കും ഓരോ വിശുദ്ധർക്കും കൊടുത്ത ഓരോ സന്ദേശങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത് വെച്ചാണ് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ചൊവ്വാഴ്ച പെട്ടെന്ന് ഹംഗറിയിൽ നത്താലിയായോട് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിൽ വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവമേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ധ്യാനിച്ച് ചൊല്ലിയാൽ ഒരു തുള്ളി രക്തം നിൻ്റെ ഒരു തുള്ളി രക്തം ഒരു പാപിയുടെ മേൽ വീഴ്ത്തുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാനിപ്പോൾ അത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപത്തിലും ഓരോ തുള്ളി രക്തം ഓരോ പാപികളുടെ മേൽ, ശുദ്ധീകരാത്മാക്കളുടെ മേൽ ഒഴുക്കണമേ കർത്താവേ, എൻ്റെ പാപങ്ങളുടെ മേൽ. അപ്പോൾ ഒരു തുള്ളി രക്തം ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലിയാൽ വീഴും. അങ്ങനെ യേശു സിസ്റ്റർ നത്താലിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞതാണ്. അത് ആ സിസ്റ്ററിന് മാത്രമുള്ള വെളിപ്പാടല്ല, ലോകത്തിന് തന്ന വെളിപ്പാടാണ്. അപ്പോൾ ഞാനത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ കൂട്ടുകാരെ, അത്ഭുതമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ കണ്ണടച്ച് തന്നെയാണ് പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ അടച്ച കണ്ണുകളിൽ കാണുന്നൊരു ദർശനമുണ്ടല്ലോ, ഈശോ മാത്രം നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് കാണിച്ചു തരുന്നല്ലോ എന്നോർത്ത് ഞാൻ ശരിക്കും പേടിച്ചു. കാരണം അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെ ആവുമല്ലോ. ഞാൻ കണ്ട കാഴ്ച, ഒരുപാട് ശുദ്ധീകരാത്മാക്കൾ, ചെറുതായിട്ടുള്ള അവരുടെ അവസ്ഥ, വലിയ ഉയരത്തിലുള്ളതല്ല കാണുക. അവരൊക്കെ അവിടെ ചെല്ലുമ്പോൾ പിന്നെ ഉയരും അഹങ്കാരമൊന്നുമില്ല, അവർ ചെറുതായിട്ടാണ് കാണുന്നത്. ഈ ശുദ്ധീകരാത്മാക്കളെല്ലാം എൻ്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അവരുടെ കയ്യിൽ ചെറിയൊരു ബൗള് കാണുന്നുണ്ട്, കുഞ്ഞൊരു ബൗള്. നമ്മൾ കഷായമൊക്കെ എടുക്കാൻ, മരുന്നൊക്കെ എടുക്കാൻ ഒരു കുഞ്ഞ് പാത്രം ഇല്ലേ നമ്മുടെ വീടുകളിൽ, അങ്ങനെ ഒരു ബൗള് അവരുടെ എല്ലാവരുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ തിളങ്ങുന്നൊരു സാധനം, അതെന്താണ് നോക്കിയപ്പോൾ ഒരു നീല മണിയാണ്. ജപമാലയുടെ മണികളിൽ ഒരു നീല മണി. അങ്ങനെയൊരു ജപമാല ഇവിടെ മാതാവിൻ്റെ കയ്യിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ മരണത്തോടടുത്ത് സഹനമെടുക്കുന്ന സന്ദർഭത്തിൽ ഒരു സിസ്റ്ററും ഒരു സഹോദരിയും കൂടി വന്ന് അവരോട് എന്നെ കാണാൻ വന്ന് പറഞ്ഞു, മാതാവ് എന്ന് പറഞ്ഞിട്ടൊരു നീല ജപമാല തന്നിരുന്നു. അങ്ങനെ സമ്മാനമായി തരുന്ന ജപമാലകളൊക്കെ ഞാൻ മാതാവിൻ്റെ കയ്യിൽ തന്നെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം ആ ഒരു ജപമാലയിലെ മണിയാണ് ഈ ശുദ്ധീകരാത്മാക്കളുടെ ബൗളിൽ ഞാൻ കാണുന്നത്. വരിയായിട്ട് ഇവർ പോവാണ്. ഈ പോകുമ്പോൾ ഒക്കെ എല്ലാവരുടെ കയ്യിലും അവർ ഇങ്ങനെ കാണിച്ച് കൊണ്ടാണ് പോകുന്നത്. ആ ബൗളിൽ ഒരു മണി കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, നല്ല ഭംഗിയുള്ളൊരു നീല മണി ഇവരുടെ ഈ പാത്രത്തിൽ കാണുന്നുണ്ടല്ലോ, ഇത് എന്താണിത് കർത്താവെ അർത്ഥമാക്കുന്നത്? അങ്ങനെ കിട്ടിയോർ ഈ ഓരോ മണിയും കൊണ്ട് പോവാണ് എൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ കടന്ന്. ഞാൻ ഈശോയോട് ചോദിച്ചു, എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ ഓരോ ബൗളും അതിൽ ഓരോ നീലമണിയും കാണുന്നുണ്ടല്ലോ. അങ്ങനെ ഞാൻ തന്നെ പറയണം, ഇത് ജപമാലയുടെ മണിയല്ലേ, നമ്മുടെ മാതാവിൻ്റെ കയ്യിൽ കിടക്കുന്ന ജപമാലയുടെ മണിയാണല്ലോ ഇത്. അങ്ങനെ ഞാനിങ്ങനെ ഓർക്കുമ്പോൾ ഈശോ പറയാണ്, മോളെ, നീ ഇപ്പം തന്നെ പ്രാർത്ഥിച്ചില്ലേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുമ്പോൾ എൻ്റെ ഒരു തുള്ളി രക്തം ഓരോ പാപികളുടെ മേൽ വീഴ്ത്തുമെന്ന് നീ പറഞ്ഞല്ലേ നീ പ്രാർത്ഥിച്ചേ. ഞാനത് കേട്ടു. നീ പറഞ്ഞപ്പോൾ ആ ഒരു തുള്ളി രക്തം ഓരോരുത്തർക്കും ഞാൻ കൊടുത്തു വിട്ടതാണ് ആ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപമാല മണി. ഞാൻ ശരിക്കും വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു, പേടിക്കുകയും ചെയ്തു. കാരണം ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അർത്ഥമില്ലാണ്ട് പ്രാർത്ഥിച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ വായിൽ നിന്നും പോകുന്ന അബദ്ധങ്ങളും. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഈ ഡയറി വായിച്ചപ്പോൾ ഞാനും നിങ്ങളുടെ ഒപ്പമാണ് കേട്ടോ ഈ ഡയറി വായിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ ചിന്തകളെ അലഞ്ഞ് തിരിയാൻ വിട്ടിട്ട് ഒരു കുർബാനയും കൂടിയിട്ട് കാര്യമില്ല, ഒരു ജപമാലയും ചൊല്ലിയിട്ട് കാര്യമില്ല, കുരിശടയാളം വരച്ചാലും കാര്യമില്ല. നമുക്കറിയാലോ, വിശുദ്ധ കുരിശിൻ്റെ അടയാളമാണ് ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ.
അതിനേക്കാൾ വലിയൊരു പ്രൊട്ടക്ഷൻ നമുക്കില്ല. ആ കുരിശിൻ്റെ അടയാളം വരയ്ക്കുമ്പോൾ ഈ കുരിശടയാളം എൻ്റെ നെറ്റിയിലുണ്ട്, എന്നെ ഒരു സാത്താനും ഉപദ്രവിക്കില്ല. കാരണം എൻ്റെ നെറ്റിയിൽ തിളങ്ങുന്നത് കുരിശടയാളാണ്. കുരിശ് അവന് അലർജിയാണ്. നമ്മുടെ ഓരോ കുർബാനയും കിട്ടുന്നത് പരിശുദ്ധ തൃത്വത്തിൻ്റെ കുരിശടയാളാണ് നമുക്ക്. അവസാനം അച്ഛനൊരു പ്രാർത്ഥന ചൊല്ലില്ലേ, കുരിശടയാളം വഴിയായി ഞാൻ എന്ന് പറഞ്ഞിട്ട് കുരിശിൻ്റെ മുദ്രയിട്ട് നമ്മൾ പറഞ്ഞു വിടില്ലേ, അത് പരിശുദ്ധ തൃത്വത്തിൻ്റെ ആശീർവാദമാണ്. അവരാണ് നമ്മുടെ ശിരസിൽ കുരിശടയാളം വരച്ച് നമ്മളെ പുറത്തേക്ക് വിടുന്നത്. ആ കുരിശടയാളം നമ്മുടെ നെറ്റിത്തരത്തിലുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിച്ചാൽ പിന്നെ നമുക്കൊന്നും പേടിക്കണ്ട. പിന്നെ വരുന്നതൊക്കെ ദൈവികമാണ്. മരണമാണെങ്കിൽ മരണം, രോഗമാണെങ്കിൽ രോഗം. എന്തുകൊണ്ടാണ്? സാത്താൻ നമ്മൾ ഉപദ്രവിക്കില്ല. കുരിശടയാളം, പരിശുദ്ധ തൃത്വം വിട്ട് കുരിശടയാളം നെറ്റിയിൽ കിടക്കുന്നുണ്ട്. പിന്നെ എന്തിനെ പേടിക്കണേ? ഈ ഒരു ചിന്ത ഉണ്ടെങ്കിലേ അത് പ്രാവർത്തികമാവുള്ളൂ. വിശ്വാസം വേണം, ചിന്ത വേണം. അതിൻ്റെ അർത്ഥം നമ്മുടെ ചിന്തകളിൽ ഈ കാര്യങ്ങൾ ഉണ്ടാകണം. വെറുതെ ഒരു കുരിശടയാളം വരച്ച് ഇങ്ങോട്ട് പോകുന്നു, പിന്നെ അതിനെ ഓർക്കണമില്ല, ഇങ്ങനൊരു ബോധ്യം ഇല്ലെങ്കിൽ, ആ ബോധ്യത്തില്ലെങ്കിൽ അതവിടെ സംഭവിക്കില്ല. നീ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് സംഭവിക്കുക. നീ എന്താണോ വിശ്വസിക്കുന്നത്. അങ്ങനെ ഈ ഡയറി വായിക്കുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഓർക്കുകയായിരുന്നു, കണ്ട ദർശനത്തെക്കുറിച്ച്. നമ്മുടെ ഹൃദയത്തിൽ ബോധ്യത്തോടു കൂടി ചെല്ലിയാൽ ഓരോ പ്രാർത്ഥനയ്ക്കും ഫലം കാണാം. നമുക്ക് ഡയറിയിലേക്ക് തന്നെ പോകാം കേട്ടോ. എൻ്റെ കർമ്മലീത്ത കുഞ്ഞെ, എൻ്റെ പദ്ധതികൾ ഞാൻ എങ്ങനെ വിജയിപ്പിക്കുമെന്ന് നീ ആശങ്കപ്പെടേണ്ട. ഞാൻ തിരഞ്ഞെടുക്കുന്ന ആത്മാക്കളോടൊപ്പം ഞാൻ പ്രവർത്തിക്കുന്നു. നീ നല്ലവളായിരിക്കുക, അതാണ് പ്രധാനം. നീ വല്ലാണ്ട് ആശങ്കപ്പെടുകയൊന്നും വേണ്ട. നീ നല്ലവളായിരുന്നാൽ മതി. നിൻ്റെ കാര്യങ്ങൾ നീ ചെയ്താൽ മതി. ആരാണ് ഒരു യഥാർത്ഥ കർമ്മലീത്ത എന്ന് നിനക്കറിയാമോ? ആരാണോ യഥാർത്ഥ വിനയത്തിൽ ജീവിക്കുകയും എന്നോട് ഐക്യപ്പെട്ടിരിക്കുകയും ചെയ്തുകൊണ്ട് ധ്യാനനിരതയായിരിക്കുകയും ചെയ്യുന്നുവോ ആ ആളാണ് യഥാർത്ഥ കർമ്മലീത്ത. കർമ്മല മാതാവിൻ്റെ സന്ദേശമാണിത്. യഥാർത്ഥ കർമ്മലീത്ത എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിനയത്തിൽ ജീവിക്കുക. അല്ലാതെ മനുഷ്യരുടെ മുമ്പിൽ സംസാരത്തിൻ്റെ രീതി മാറ്റി വളരെ സോഫ്റ്റായിട്ട് നിന്നിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ സ്വാർത്ഥത, ദ്രവ്യാഗ്രഹം, സ്ഥാനമോഹം, അതുപോലെ പണത്തോടുള്ള ആസക്തി, ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് പുറത്ത് ഭയങ്കര എളിമയോടുകൂടി സംസാരിച്ചാൽ അത് ഈശോയ്ക്കും അതാണ് ഇഷ്ടമില്ല. അവർക്കറിയാലോ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്താണെന്ന്. യേശുപ്പ, മാതാവേ, മാലാഖമാരെ എന്നൊക്കെ പറയുമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ സ്ഥാനം കിട്ടണമെന്നും പ്രസിദ്ധമാവണമെന്നും പിന്നെ പണം കിട്ടണമെന്നൊക്കെയാണ് ആഗ്രഹം. അങ്ങനെ വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ വിനയമല്ല. മാതാവ് പറഞ്ഞു, യഥാർത്ഥ വിനയത്തിൽ ജീവിക്കുകയും എന്നോട് ഐക്യപ്പെട്ടിരിക്കുകയും ചെയ്തുകൊണ്ട് ധ്യാനനിരതയായിരിക്കുകയും ചെയ്യുന്നത് ആരാണോ അവരാണ് എൻ്റെ കർമ്മലീത്ത മക്കൾ. എൻ്റെ കർമ്മലീത്ത കുഞ്ഞ്, എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് അതിരില്ല. ഞാൻ നിനക്ക് നൽകുന്ന സഹനങ്ങൾ നീ ഏറ്റെടുക്കുമ്പോൾ ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്നോ. സ്ഥൈര്യമുള്ളവളായിരിക്കുക. ഇതെന്നെ ആശ്വസിപ്പിക്കുന്നു. എനിക്ക് ആത്മാക്കളെ തരിക. ഇത് അമ്മയാണ് കേട്ടോ പറഞ്ഞ് കൊടുക്കുന്ന സന്ദേശം. ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്ന സന്ദേശം 1962 ഏപ്രിൽ മാസത്തിൽ കൊടുക്കുന്ന സന്ദേശമാണ്. അപ്പോൾ കർമ്മലീത്ത എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നാണ് ഈശോയും മാതാവും പറയുന്നത്. ഈശോ തന്നെയാണ് ഈ കർമ്മലീത്ത കുഞ്ഞ് എന്ന് വിളിച്ചത്. പക്ഷേ അമ്മയുടെ കാര്യങ്ങളാണ് ഈശോ പറയുന്നത്. കർമ്മലീത്ത കുഞ്ഞ് എന്ന് വിളിക്കുന്നത്, അതായത് അമ്മയുടെ കുഞ്ഞ്. എലിസബത്ത് പറയാണ്, ഒരു ദിവസം ഞാൻ അവിടുത്തെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുമ്പോൾ അവിടുന്ന് പറഞ്ഞു, നിനക്കറിയാമോ ഞാൻ എത്ര അക്ഷമനായാണ് നിന്നെ കാത്തിരിക്കുന്നത് എന്ന്. ഞാൻ എത്ര ഏകാഗിയാണെന്ന് മനസ്സിലായോ? നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തീർത്ത് ഒറ്റയ്ക്കായി പോയേനെ. ഒരു മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ഈശോ പറയണേ. ഈശോ ഈ സഹോദരിയോട് പറയുന്ന കാര്യം മുഴുവൻ സ്വയം പരിത്യജിക്കണം, ത്യാഗങ്ങൾ സഹിക്കണം, പിന്നെ വിനയം ഉണ്ടാവണം,
പിന്നെ പറയുന്നത് സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഈശോയ്ക്ക് വലിയ സന്തോഷമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയും, ഞാൻ കാത്തിരിക്കുകയായിരുന്നു നിന്നെ, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, ഞാൻ ഏകാഗിയാണ്, നീ വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയേനെന്ന് ഈശോയാണ് പറയണേ. അപ്പം നമ്മൾ ഈശോനെ ഓർക്കാതിരുന്നാൽ ഈശോ എന്തോരം ഒറ്റപ്പെട്ടു പോവും. എന്നും എപ്പോഴും ഈശോയെ ഓർക്കാനുള്ള കൃപ തരണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് തുടർന്ന് പറയാണ്, നിനക്ക് ചെറിയ കാര്യങ്ങളെ ചെയ്യാൻ കഴിയൂ എന്ന് കരുതി ഖേദിക്കണ്ട. നീ ചെറിയവളായിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിനക്കറിയാമോ? നീ എനിക്ക് പല വർണ്ണങ്ങളിലുള്ള കല്ലുകൾ കൊണ്ടുവന്ന് തരും. നിൻ്റെ പകൽ സമയത്ത് ഈ സമ്പാദ്യം ഞാൻ പല രൂപത്തിലും തരത്തിലും അടുക്കി വയ്ക്കും. എത്ര മഹനീയമായ ഒരു ചിത്രമാണ് രൂപപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ട് നീ അത്ഭുതപ്പെടും. നീ ചെറിയ ഈ കല്ലുകൾ സമ്പാദിച്ചില്ലെങ്കിൽ ഞാൻ എത്ര വലിയ കലാകാരനാണെങ്കിലും എനിക്ക് മഹത്തായ ചിത്രം എഴുതാനാവില്ല. ഇത് വായിക്കുമ്പോൾ എനിക്ക് കൂടുതൽ എൻ്റെ ദർശനം വ്യക്തമായി വരികയാണ്. നീ ഓരോ പകൽ സമയത്തും നീ സഹനങ്ങളെടുത്ത് കുട്ടികളെ നോക്കാനും പണിക്ക് പോവാനും വീട്ടുജോലി എടുക്കാനും അങ്ങനെ പിന്നെ മാനസിക സംഘർഷങ്ങളും ഒക്കെ അനുഭവിച്ചിട്ട് നീ ഈ പകൽ സഹിക്കുമ്പോൾ നീ എന്താ എനിക്ക് ചെയ്തു തരണേന്നറിയോ? നീ എനിക്ക് പല പല വർണ്ണങ്ങളിലുള്ള കല്ലുകളാണ് കൊണ്ടുവന്ന് തരുന്നതെന്ന്. അപ്പോൾ വെള്ളം കോരി മടുക്കുമ്പോൾ അത് വേറൊരു തരം കല്ല്, ഭക്ഷണം വെച്ച് മടുക്കുമ്പോൾ അത് വേറൊരു കല്ല്. കൂട്ടുകുടുംബത്തിലെല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട് രാത്രികൾ പകലാക്കി ഇഡ്ഡലിക്ക് അരച്ച് വയ്ക്കും, ദോശമാവ് ഉണ്ടാക്കും, വെള്ളയപ്പത്തിന് കലക്കി വയ്ക്കും. ചില അമ്മമാർ 12:30 1 മണിക്കൊക്കെയാണ് വെള്ളയപ്പത്തിന് കലക്കി വയ്ക്കുക. എന്നിട്ട് വിയർപ്പ് തുടച്ച് പാവങ്ങൾ വന്ന് കിടന്നുറങ്ങാനായിട്ട് വരുമ്പോൾ ഭർത്താവിൻ്റെ കുറ്റപ്പെടുത്തലുകളും കുടിയനായ ഭർത്താവിൻ്റെ കുറേ പീഡനങ്ങളും ഉണ്ടാകും. ഞാനിത് എൻ്റെ ഈ ജീവിതത്തിൽ കേൾക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. ഞാൻ തന്നെ ഓർക്കും, ദൈവമേ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇവർ പാവങ്ങൾ. 12 മണി 1 മണി വരെ പണിതിട്ടും ആരും അവറ്റങ്ങളെ ശ്രദ്ധിക്കണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും, പകൽ മുഴുവൻ ഈ സഹനം ഏറ്റെടുത്തത് പഞ്ചവർണ്ണ കല്ലുകളാണ്, നല്ല വർണ്ണമുള്ള കല്ലുകളാണ് ഈശോയ്ക്ക് നമ്മൾ കൊടുത്തത്. ഈശോ അങ്ങനെയാണ് പറഞ്ഞത്, നീ സഹിക്കുമ്പോഴൊക്കെ വർണ്ണങ്ങൾ പല വർണ്ണങ്ങളുള്ള കല്ലുകളാണ് നീ കൊണ്ടുവന്ന് തരുന്നത്. ഇത് പകൽ സമയത്ത് ഈ സഹനം മുഴുവൻ കല്ലുകളായി വർണ്ണക്കല്ലുകളായിട്ട് ഈശോയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഈശോ അത് അടക്കി വെക്കത്രേ, പല വർണ്ണങ്ങളുള്ളത്, പല കളറുകളുള്ള കല്ലുകൾ. എന്നിട്ട് കർത്താവ് ഒരു വലിയ ചിത്രം ഉണ്ടാക്കുമെന്നാണ് പറയണേ. അപ്പോൾ ഈശോ പറയാം, നീ ഈ കല്ലുകൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ വലിയ ചിത്രകാരനായിട്ട് കാര്യമൊന്നുമില്ല, കല്ലുകൾ കിട്ടണ്ടേ. ഞാൻ വലിയ ചിത്രകാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചിത്രം വരയ്ക്കാൻ ഒരു ബോർഡ് ഉണ്ടാവണ്ടേ, പേന വേണ്ടേ? പേനയല്ല, ഈ ചിത്രം വരയ്ക്കുന്ന കാര്യങ്ങൾക്ക് എന്തെന്നാ പറയുക, പെയിൻ്റ് അടിക്കണത്, ആ പെൻ വേണമല്ലോ, അത് വേണ്ടേ? അപ്പോൾ ബ്രഷ് വേണ്ടേ? ബ്രഷ് വേണം പെയിൻ്റ് അടിക്കാൻ, ബോർഡ് വേണം, അതുപോലെ ചിത്രങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ വർണ്ണക്കല്ലുകൾ വേണം. അങ്ങനെ ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു കഴിവുണ്ടല്ലോ, കല. ഈശോ പറയാണ്, നീ ഈ പകൽ സമയത്ത് മുഴുവൻ അധ്വാനിച്ച് നിൻ്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വേദനകളാണ് ഈ കല്ലുകളായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നത്. ആ കല്ലുകളില്ലെങ്കിൽ ഞാൻ വലിയ ദൈവമാണ്, ചിത്രകാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കല്ല് കിട്ടണ്ടേ? മനുഷ്യരുടെ കയ്യിൽ നിന്ന് കിട്ടണ ആ കല്ല്, അല്ലാതെ ദൈവത്തിന് കല്ലുണ്ടാക്കാൻ അറിയാതെയല്ല. മനുഷ്യർ കഷ്ടപ്പെട്ട് സഹിച്ച് ആ കല്ല് അവിടെ എത്തിക്കണം. അപ്പോഴാണ് ഞാൻ ചിത്രങ്ങൾ ഉണ്ടാക്കുക എന്ന്. ഇപ്പം എനിക്ക് മനസ്സിലായി ആ ദർശനത്തിൽ ഈശോ കാണിച്ചു തന്ന ആ കല്ല്, നീലക്കല്ല് പോലത്തെ ജപമാല മണികൾ നമ്മൾ എന്ത് മനസ്സിൽ വെച്ച് ആ ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നു അതിനാണ് ഫലം കിട്ടുക. കുറേ എണ്ണി തിട്ടപ്പെടുത്തി അത് ചൊല്ലി ഇത് ചൊല്ലി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം അത് നമ്മൾ ചകഞ്ഞ് അന്വേഷിക്കണം. ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ ഞാൻ ഇന്നതൊക്കെ ചെയ്തു, സമാധാനമായി, ഈ ആഴ്ച ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്, ഈ ആഴ്ച ചെയ്യേണ്ട കാരുണ്യപ്രവൃത്തി അല്ല ഈശോ പറയണം. അങ്ങനെ ഒരു ഉടമ്പടി അല്ല കർത്താവിൻ്റെ ഭാഗത്തുള്ള ഉടമ്പടി. കർത്താവിന് ജീവിതം മുഴുവൻ നീ എന്നെ ചിന്തിക്കുക, എന്നിട്ട് ചിന്തിച്ച് നിൻ്റെ ഉദ്ദേശം എന്തായിരിക്കണം? പാപികളുടെ രക്ഷ, ആത്മാക്കളുടെ രക്ഷ, പാപം ചെയ്തവരുടെ പാപത്തിന്, നിൻ്റെയും അവരുടെയും പാപത്തിന് പരിഹാരമായിട്ട് ഇത് കാഴ്ചവെക്കണം.
ഓരോ സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോഴും രോഗപീഠകൾ വരുമ്പോഴും ദൈവമേ ഈ ഒരു വർണ്ണക്കല്ല് അവിടെ കൂട്ടി വെച്ചോ. സന്തോഷത്തോടു കൂടി സഹിക്കണം കേട്ടോ, എന്നാലാണ് അത് വർണ്ണക്കല്ലാവുള്ളൂ. എൻ്റെ പോലെ ജോലി തന്നില്ല, മറ്റത് തന്നില്ല, മറിച്ച് തന്നില്ല എന്ന് പിറുപിറുത്ത് വർഷങ്ങളോളം എൻ്റെ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ 26 വർഷമായിട്ടുള്ളൂ ഞാനിതിലേക്ക് വന്നിട്ട്. അതിന് മുമ്പ് എപ്പോഴും കുറ്റപ്പെടുത്തലാണ്. കാരണം നന്നായി പഠിച്ചിട്ട് ഡോക്ടറാക്കിയില്ല, ജോലി തന്നില്ല, എന്നെ എല്ലാത്തിനും വെട്ടിവെച്ചു എന്നൊക്കെ എപ്പോഴും ഞാൻ പറയും. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഒന്നും അനുഭവിച്ചത് വർണ്ണക്കല്ലായിട്ടില്ല. പിന്നെ എന്നെ ദൈവം തിരഞ്ഞെടുത്തതാണ്. ആത്മഹത്യ ചെയ്യാൻ പോയപ്പോഴാണ് കേൾക്കുന്നത് പിതാവിൻ്റെ സ്വരം. അന്ന് മുതൽ കുറേയൊക്കെ സഹിക്കാനായിട്ട് പഠിപ്പിച്ചു എന്ന് പറയാൻ വേണമെങ്കിൽ. പിന്നെയും സഹനം തന്നെ തന്നത്. ഇപ്പോഴും നിങ്ങൾക്കറിയാലോ ഞാൻ നല്ല സഹനത്തിലൂടെ തന്നെയാണെന്ന്, ശാരീരികമായ സഹനം. അപ്പോൾ ഓരോ സഹനങ്ങളും നമ്മൾ ഒരു പകൽ കഴിയുമ്പോൾ നിങ്ങൾ ഓർത്തോ, നിങ്ങൾക്ക് സഹനം മാത്രമേ കിട്ടിയുള്ളെങ്കിൽ കുറേ വർണ്ണക്കല്ലുകൾ ഈശോയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈശോ അതിനെക്കൊണ്ട് ചിത്രം വരച്ചിട്ട് ഈശോ സന്തോഷിക്കും. നമുക്കിന്ന് വർണ്ണക്കല്ലുകൾ ഈശോയ്ക്ക് കൊടുക്കാം, സഹനങ്ങൾ സഹിക്കാം. ചിലപ്പോൾ വലിയ വലിയ വർണ്ണക്കല്ലുകളായിരിക്കും തരിക. അതായത് നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ സ്നേഹിക്കില്ല, വേറെ പലരും സ്നേഹിക്കും. അങ്ങനെയുണ്ട്. അത് വലിയ വർണ്ണക്കല്ലാണ്, അത് കല്ല് വലിപ്പം കൂടുതലാണ്. അതുപോലെ 5-8 ദിവസമൊക്കെ പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അത് വലിയ വർണ്ണക്കല്ലായി. എത്ര നന്മ ചെയ്താലും ഒരാൾ പറയില്ല അത് നന്നായിട്ടുണ്ട് കേട്ടോ, നല്ലതാ, ഇദ്ദേഹം ചെയ്ത് നല്ലതാന്ന്. ഓർത്തോ, അത് വലിയ വർണ്ണക്കല്ല. അമ്മായിയമ്മ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. തിരുത്താൻ പോകണ്ട, അത് വർണ്ണക്കല്ലായിട്ട് അവിടെ എടുത്തു വെച്ചോ. മരുമകളെ എപ്പോഴും അമ്മായിമ്മനെ ഒരിക്കലും അമ്മയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. മരുമകൾക്ക് അമ്മേനെ, ആ അമ്മായിമ്മനെ അമ്മയായിട്ട് അംഗീകരിക്കാൻ. അത് മനസ്സിലാക്കുന്ന അമ്മായിമ്മ, നീ മനസ്സിലാക്കിക്കോ, ഇതാണ് നിൻ്റെ വർണ്ണക്കല്ല്. ഒരാളെ അംഗീകരിപ്പിക്കാനോ സ്നേഹിപ്പിക്കാനോ നിൽക്കരുത് എന്നാണ് ഈശോ പറഞ്ഞേക്കണത്. സ്നേഹിക്കേണ്ടത് ഈശോയെയാണ്, സ്നേഹിക്കേണ്ടതും ഈശോയാണ്. ഈശോ നമ്മളെ സ്നേഹിച്ചാൽ മതി, അംഗീകരിച്ചാൽ മതി. ഈശോ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ മറ്റെല്ലാവരും സ്നേഹിക്കണം. ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുതെന്നാണ് ക്രിസ്ത്യാനികരണം പറയണത്. ഒന്നും പ്രതീക്ഷിക്കണ്ട, ഒക്കെ ചെയ്ത് കൊടുക്കുക. നിന്നെ അമ്മയായിട്ട് ചിലപ്പോൾ അംഗീകരിച്ചു എന്ന് വരില്ല. ചിലപ്പോൾ നിന്നെ ജീവിത പങ്കാളി ഭർത്താവ് ഭാര്യ ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ടാവില്ല. ചില ഭർത്താക്കന്മാർ ഭാര്യമാരോട് ഇങ്ങനെ പറയും, നിന്നെ ഞാൻ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല, എൻ്റെ മനസ്സിൽ നീ ഇങ്ങനെ കെട്ടിക്കൊണ്ടുവന്നെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ വേറെ ആളെയാണ് അംഗീകരിക്കണേന്ന് തുറന്ന് പറഞ്ഞിട്ടുള്ള ഭർത്താക്കന്മാരുണ്ട്. അപ്പം അത് ആ ഭാര്യയ്ക്ക് വലിയ വർണ്ണക്കല്ലായിരിക്കും. ചില ഭാര്യമാർ ഭർത്താക്കന്മാരോട് ഇങ്ങനെ പറഞ്ഞിട്ട്, ഞാൻ എന്നോട് ഷെയർ ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന അനുഭവങ്ങളാണ് പറയണത്. നിന്നെ ഞാനുണ്ടല്ലോ എൻ്റെ ഭർത്താവായിട്ട് അംഗീകരിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്ന ഭാര്യമാരുണ്ട്. കാരണം ആൾ വേറെ ലെവലാണ്, ഈ ഭർത്താവ് വേറൊരു ലെവലാണ്. എന്നോടൊരു ഭർത്താവ് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി അവളെ എന്നെ ഭർത്താവായിട്ട് അംഗീകരിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ നീ ഒന്നും ചെയ്യണ്ട, കല്യാണം താലി കെട്ടിയിട്ടുണ്ടല്ലോ, അവൾ നിൻ്റെ ഭാര്യയാണ്. ഇനി അവൾക്ക് നിന്നെ അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അംഗീകരിപ്പിക്കാൻ നോക്കാതിരിക്കുമോ? അത് നടക്കണ കാര്യമില്ല. ദൈവതമ്പുരാൻ തന്നെ ആ സമയമാകുമ്പോൾ അംഗീകരിപ്പിച്ചോളും. നിശബ്ദമായിട്ട് നമ്മൾ നമ്മുടെ വർണ്ണക്കല്ലുകൾ കൊടുത്താൽ മതി. ഉന്നതങ്ങളിൽ നിന്നും ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകും. നിന്നെ ഭർത്താവായിട്ട് അവൾ അംഗീകരിക്കാൻ. ആ ഇൻസിഡൻ്റ് ഉണ്ടായിട്ടോ, ഒരൊറ്റ ഇയർ ബാലൻസ് വന്നുള്ളൂ, അതോടുകൂടി അവൾ ഭർത്താവായി അംഗീകരിച്ചു. അതടുത്ത് തന്നെ സംഭവിക്കുകയും ചെയ്തു. അവൻ ചിരിച്ചിട്ട് എന്നോട് വന്നു, ചേച്ചി അങ്ങനെ സംഭവം ഉണ്ടായി, ഇപ്പം എന്നെ ഭർത്താവായി അംഗീകരിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ നമ്മൾ നിശബ്ദമായി പ്രാർത്ഥിച്ചാൽ മതി. കാരണം ഈ അഹങ്കാരവും ഈ സംസാരമൊക്കെ മാറാനായിട്ട് ആമാശയം പോകുന്ന ക്യാൻസർ വരുമൊന്നും വേണ്ട. അത് ആര്യ ചേച്ചിക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞ ഒരു ഇയർ ബാലൻസ് പോയാൽ മതി. അതായത് ഭൂമി ഇങ്ങനെ കറങ്ങുക, ആ ഇയർ ബാലൻസ് വളരെ നിസ്സാര കാര്യമാണ്, പക്ഷേ വലിയ ഗുരുതര. ആ ഇയർ ബാലൻസ് മാറിയില്ലെങ്കിലോ, എൻ്റെ മാരകമായ ക്രോണിക് ക്യാൻസർ ഒന്നുമല്ല. ഇയർ ബാലൻസ് മാറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കുക? അത് മാറ്റാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഫലിച്ചില്ലെങ്കിലോ, തമ്പുരാൻ ഒരു നിമിഷം മതി നമ്മുടെ ഈ അഹങ്കാരം ഇല്ലാതാക്കാൻ. അപ്പോൾ ആ പ്രശ്നം അങ്ങനെ സോൾവ് ആയിട്ടോ. പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങനെ കർത്താവ് സോൾവ് ആക്കിയോളും. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറയുന്നു, മറ്റാരും നിന്നെ നോക്കുന്നില്ലല്ലോ, നീ അങ്ങനെ വരുന്ന അവസ്ഥയിൽ വർണ്ണക്കല്ലുകളാണ് നീ ഈശോയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ജീവിത പങ്കാളി അംഗീകരിച്ചില്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. ഇനി കല്യാണം നടന്നില്ല, കല്യാണം നടക്കാൻ വേണ്ടി ഓടി നടക്കൊന്നും വേണ്ട. അത് കർത്താവ് നിനക്ക് വർണ്ണക്കല്ല് ഉണ്ടാക്കാൻ തന്ന അവസ്ഥയാണ്. കുട്ടി ഉണ്ടായില്ലേ, കുട്ടികളെ നിങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുകയൊന്നും വേണ്ട. നിനക്ക് കുട്ടി വേണ്ടാന്നായിരിക്കും ഈശോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതങ്ങോട്ട് മുന്നോട്ട് പോവുക, ഈശോയുടെ ഹിതം നടക്കട്ടെ.
പിന്നെ കർത്താവിന് തോന്നുമ്പോൾ തരട്ടെ, പദ്ധതിയിലുണ്ടെങ്കിൽ. അങ്ങനെയാണ് ഈശോ എന്നോട് പറഞ്ഞിരിക്കുന്നത്. കാരണം ആ ഇല്ലാത്ത നമ്മൾ വിചാരിക്കുന്നതൊക്കെ ഇല്ലാത്ത അവസ്ഥയാണ് വർണ്ണക്കല്ലുകളായിട്ട് ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറ്റുക. പ്രിയ സഹോദരങ്ങളെ, ഞാൻ കണ്ട ശുദ്ധീകരാത്മാക്കളെ നിങ്ങളും മനസ്സിൽ കാണണം കേട്ടോ. ഓരോ ബൗളിൽ ഓരോ നീലമണിയുമായിട്ട് പോകുന്ന വർണ്ണക്കല്ല് നീലയാണ് ഞാൻ കണ്ടത്. നിങ്ങൾ ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോഴും ഓർത്ത് ചൊല്ലിക്കോളൂ. ഇത് ശരിക്ക് ധ്യാനിച്ച് അതിൻ്റെ ഇടയിലുള്ള ഈശോ എന്ന നാമത്തിൻ്റെ മുമ്പിൽ തല കുമ്പിടാൻ മറക്കരുത് കേട്ടോ. രാജാതിരാജനായ ദൈവത്തെ നമ്മൾ അംഗീകരിക്കുക, ആദരിക്കുക, ആരാധിക്കുകയാണ് ഓരോ നന്മ നിറഞ്ഞ മറിയമേലും നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ധ്യാനിച്ച് ചെല്ലിയാൽ ഒരു പകൽ അവസാനിക്കുമ്പോഴേക്കും കുറേ വർണ്ണക്കല്ലുകൾ ഈശോയ്ക്ക് കൊടുക്കാം. ഈശോ ചിത്രം ഉണ്ടാക്കും. ആ ചിത്രം സ്വർഗമായിരിക്കും. അവിടേക്ക് നമുക്ക് പ്രവേശിക്കാൻ എളുപ്പമായിരിക്കും. ഇന്ന് ഡയറി വായിക്കുന്നത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഡയറി വായിച്ച് കഴിയുമ്പോൾ, ധ്യാനിച്ച് കഴിയുന്ന നിങ്ങളെല്ലാവരും ഈശോയ്ക്ക് വർണ്ണക്കല്ലുകൾ ഉണ്ടാക്കി കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോ എതിരിട്ട അനുഭവങ്ങളും വർണ്ണക്കല്ലുകളാണ്. അമ്മ സ്നേഹിച്ചില്ല, മക്കൾ സ്നേഹിച്ചില്ല, ഭർത്താവ് സ്നേഹിച്ചില്ല, ഭാര്യ സ്നേഹിച്ചില്ല, അമ്മായിമ്മ സ്നേഹിച്ചില്ല, മരുമകൾ സ്നേഹിച്ചില്ല പറയരുതിനി. അവർ സ്നേഹിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് വർണ്ണക്കല്ലുകൾ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.